നമുക്കിനി വീണ്ടും മഞ്ചേശ്വരത്തേക്ക് പോയാൽ അവിടെ SDP പിണക്കുന്നില്ല കേട്ടോ. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി AK അഷ്റഫ്. മഞ്ചേശ്വരത്തെ SDPIക്കാർ BJPയെ സഹായിക്കാൻ കൂട്ടുനിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ആരോപണം, SDPI സ്ഥാനാർത്ഥി നിൽക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന ആരോപണം UDF സ്ഥാനാർത്ഥി തള്ളിക്കളയുകയാണ്. യഥാർത്ഥ SDPIക്കാർ ഫാസിസത്തിനെതിരാണെന്നാണ് AK അഷ്റഫ് പറയുന്നത്. മണ്ഡലത്തിൽ മത്സരിക്കുന്നത് SDPI അല്ല, തന്റെ പേരിനോട് സാമ്യമുള്ള അപരനാണ്. SDPI നേതാക്കളെ ജയിലിലടച്ച സംഘപരിവാർ ക്രൂരത അവർ മറക്കില്ല എന്നും മഞ്ചേശ്വരത്ത് UDFന് ഒരു ആശങ്കയില്ല എന്നുകൂടി AK അഷ്റഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. SDPIക്ക് കാൻഡിഡേറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. പക്ഷെ അപരന് കാണുന്നുണ്ട്. എനിക്കെതിരെ 3 അഷ്റഫുമാരെ കാണുന്നുണ്ട്. അപരനല്ലാതെ ഇവിടെ LDF UDF BJP അല്ലാതെ നാലാമതൊരു സ്ഥാനാർത്ഥി ഞാൻ കാണുന്നില്ല. SDPI മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന ചിത്രത്തിൽ കാണുന്നില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് കേൾക്കുന്ന വാർത്ത അങ്ങനെ SDPI പ്രവർത്തകർ ഒരിക്കലും BJP ജയിക്കാൻ അനുവദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. മഞ്ചേശ്വരത്തെ ജനങ്ങള് ഏത് വേഷം കെട്ടി ആര് വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കും. ഒരു വോട്ട് പോലും ഒരു അപരന്റെ പെട്ടിയിലും വീഴുന്ന ഒരു ഇലക്ഷൻ അല്ല. ഇന്ത്യയുടെ ജയിലിൽ അവരുടെ ലീഡേഴ്സാണ് കിടക്കുന്നത്. കാസർകോട്ട് സൈനുൽ ആബിദിൻ എന്ന് പറയുന്ന അവരുടെ പ്രവർത്തകനെ വെട്ടിക്കൊന്നവരാരെന്ന് അവർക്കറിയാം. അവരിങ്ങനെയൊക്കെ ഒരു ആഭരണ വെച്ച് ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ BJPയെ സഹായിക്കാമെന്ന് വിചാരിച്ച അവർക്ക് വോട്ട് ചെയ്യാൻ അവരുടെ ആളുകൾ പോലും റെഡി ആവണ്ടേ? അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, അപ്പോൾ ആ ആരോപണത്തെ തള്ളിക്കളയുന്നത് UDF സ്ഥാനാർത്ഥിയാണ് എന്നതാണ്. വോട്ടുകൾ എത്രത്തോളം നിർണായകമാണ് എന്ന് AK അഷ്റഫിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പിണക്കാതെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായും വിനീത, 26-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള സമയമുണ്ട്. അതിനിടയിൽ SDPI മഞ്ചേശ്വരത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്നൊരു പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് SDPയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെതിരെ വലിയ വിമർശനങ്ങളിലേക്ക് പോകാത്തത് എന്നതാണ് നമ്മൾ ഈ കാണേണ്ടത്. AK അഷ്റഫ് പറയുന്നത് SDPI സ്ഥാനാർത്ഥിയല്ല, തന്റെ പേരിനോട് സാമ്യമുള്ള ഒരാളാണ് KM അഷ്റഫ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. SDPI ഫാസിസത്തിനെതിരായി പോരാടുന്നവരാണ്. അതുകൊണ്ട് തന്നെ SDPI BJPയെ സഹായിക്കുന്ന ഒരു നിലപാട് മഞ്ചേശ്വരത്ത് സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് താൻ കരുതുന്നത് എന്ന നിലപാടാണ് AK അഷ്റഫ് വ്യക്തമാക്കുന്നത്. അതായത് വിനീത സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരത്ത് ഓരോ വോട്ടും നിർണായകമാണ്. SDPയെ സംബന്ധിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 7600ഓളം വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ടുകൾ, അതായത് 2021-ൽ UDFനെയാണ് SDPI പിന്തുണച്ചത്. ഇത്തവണ SDPI സ്ഥാനാർത്ഥി നിർത്തി ഒരു 8000ഓളം വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് പ്രതിഫലിക്കും, അല്ലെങ്കിൽ അത് നിർണ്ണയിക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരു മൃദു സമീപനം നിലവിൽ എന്തായാലും സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ SDPയ്ക്കെതിരെ രാഷ്ട്രീയമായി ഇതേ AK അഷ്റഫ് ആഞ്ഞടിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. എന്തായാലും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം മഞ്ചേശ്വരത്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കൊരു എഡ്ജ് നൽകാൻ ഈ ഘട്ടത്തിൽ ഒരു മുന്നണിക്കും എഡ്ജ് നൽകാൻ സാധിക്കില്ല. SDPയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ UDFനും ആശങ്കയാകുന്നുണ്ട്, തലവേദനയാകുന്നുണ്ട്. അതാണ് AK അഷ്റഫിന്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അതാണ് മത്സരിക്കുന്നത് അപരനാണ് എന്നതാണ് KM അഷ്റഫിനെ കുറിച്ച്, SDPയുടെ കാൻഡിഡേറ്റിനെ കുറിച്ച് പറയുന്നത്. അരുൺ പറഞ്ഞതുപോലെ 7000-ലധികം വോട്ടുകൾ ഉണ്ട് അവിടെ. ആ വോട്ടുകൾ ഏറെ നിർണായകമാണ്. ആ വോട്ട് കിട്ടിയാൽ ജയിക്കാൻ പോകുന്നത് ഏത് സ്ഥാനാർത്ഥിയാണെന്ന് AK അഷ്റഫിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ല എങ്കിൽ വീണ്ടും ഈ AK അഷ്റഫ് SDPയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നതും നമുക്ക് കാണേണ്ടി വരും. മഞ്ചേശ്വരം എന്നതൊരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. ഈ ഘട്ടത്തിൽ ആർക്കും മുൻതൂക്കം എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നമ്മൾ കാണും. ഒരു ക്ലിയർ എഡ്ജ് ആർക്കുമില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി കൂടി മാറുകയാണ് മഞ്ചേശ്വരം. അരുൺ പൂപ്പറമ്പ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്തും.